എടാ മാധവ, അന്നെ നിന്റെ നിന്റെ തേങ്ങ ബിസിനസ്സിനൊന്ന് കൂട്ടോ. എനിക്കിപ്പോ അത്ര പണിയൊന്നുമില്ലടാ. ഞാനങ്ങനെ പുറത്തുനിന്നാരി എടുക്കലൊന്നുമില്ല. പറ്റുമെങ്കിൽ നിന്നോ, ഫുൾ നൈറ്റ് വർക്കാണ്. കൂലിയായിട്ട് 10 തേങ്ങ തരാൻ കഴിയേ? അത് വയ്യ. അത് ധാരാളം. എടാ മാധവ, അന്റെ അടുത്ത് നീ തെങ്ങും കയറാന്ന് പറഞ്ഞേക്കല്ലേ? എനിക്ക് തെങ്ങും കയറാനൊന്നും അറിയില്ല. പിന്നെ രാത്രി അങ്ങനത്തെ ലേശം കാഴ്ചക്കുറവുണ്ട്. അങ്ങനെയും ഉണ്ടോ? എന്നാ പിന്നെ 10 തേങ്ങ ഒന്നും തരാൻ കഴിയില്ല, ഒരു 5 തരാൻ പറ്റൂ. ചതിക്കല്ലേ? പിന്നെ ഇതാരാ? പിള്ളേച്ചനാ? മാധവ ഒന്ന് നിക്കടാ. എന്താ പിള്ളേച്ച? മാധവ, ഒരു 10-25 തേങ്ങ വേണേനോടാ. മറ്റന്നാൾ എന്റെ മോളെ നിശ്ചയം. നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരണം. നോക്കട്ട്, പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം നാളെ രാവിലത്തിനുള്ളിൽ ഒപ്പിച്ചുതരാം. ഒന്ന് നോക്കടാ. കേട്ടാ? ഓക്കെ. പിന്നെ ഈ കക്കലൊന്നും ഒരു ശരിയല്ലടാ. ഈ കളവെല്ലാം നിർത്തണം നീ. അതല്ലേ ഞാൻ എന്നൊരു വലിയ മോഷണം കിട്ടുന്നു അന്ന് ഞാൻ ഈ പണി നിർത്തടാ. ഇതോടുകൂടി നിർത്ത്. ഈ അവസാനത്തെ ഒരു കക്കലായിട്ട് ഇതൊരു 25 തേങ്ങ നീ എങ്ങനെയും കത്തിക്ക്. എന്നിട്ട് നീ ഇതെല്ലാം നിർത്തണേടാ. നന്നാവടാ മാധവ, കേട്ടാ? എടാ മാധവ, തേങ്ങക്കള്ളന്മാർക്ക് നല്ല പ്രോത്സാഹനമാണല്ലോ. അങ്ങനെ സ്ഥിരമാക്കണേ. തെങ്ങമ്മക്കാരാന്ന് അറിയില്ല, കണ്ടും കാണൂല. അത് ഇന്റെ നീ സ്ഥിരമാക്കാം. ഓടിയാണ്ട് 10 തേങ്ങയും വാങ്ങിച്ച് ഓട്. അതാ നല്ലേ. മാധവ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളിന്നത്തെ നൈറ്റ് ഡ്യൂട്ടിന് സ്ഥലം സെറ്റാക്കാൻ പോകുന്നതാന്ന്. എടാ മാധവ, നമുക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ഇപ്പൊ നിങ്ങളുടെ പണി ഇപ്പൊ ഈ തേങ്ങയുള്ള തെങ്ങിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് രാത്രി വന്നിട്ട് ഫുൾ പറിച്ചിട്ട് പോവാ. അതാ നല്ലത്. എടാ മാധവ, രാത്രി നോക്കി പറിച്ചാ പോരെ, എന്തിനാ ഇപ്പഴേ മാർക്ക് ചെയ്യുന്നത്? എടാ, മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ തേങ്ങയുള്ള തെങ്ങ് ഏതാ തേങ്ങ ഇല്ലാത്ത ഏതാ തിരിയുള്ളൂ. പണ്ട് ഞാൻ തലയില്ലാത്ത തെങ്ങിന്റെ മുകളിൽ കയറി രാത്രി, അതറിയാ? പിന്നെ ഈ കണ്ണ് കാണാത്ത നീ ഏത് പുല്ല് കണ്ടിട്ടാ കയറണ്ടേ? നീ അധികം വർത്താനം പറഞ്ഞ നിന്റെ കോക്കനട്ട് ഞാൻ കുറക്കുവേ. അപ്പൊ മാധവ, എല്ലാം സെറ്റ് ഇന്ന് രാത്രി തന്നെ പണി കൊടുക്കല്. ഇതെന്റെ സൈക്കിളാണ്. നിന്റെ സൈക്കിളോ? എന്ത് നിന്റെ സൈക്കിൾ? മാധവന്റെ സൈക്കിളാണ്. ഇതെന്റെ സൈക്കിളാണ്. ഇത് കിട്ടാൻ ഞാൻ പോവില്ല. നിന്റെ സൈക്കിളാ? അതെ, ഇത് നിന്റെ സൈക്കിൾ തന്നെയാണ്. നമ്മള് നിനക്ക് തരാനല്ലേ വന്നത്. മാറ്റലുണ്ട് കേട്ടോ. കറക്റ്റ് മുമ്പ് മെല്ലെ പോയി കേട്ടോ. ബ്രേക്ക് കുറച്ച് കുറവാ തോന്നുന്നു. മാധവ, സ്വന്തമായിട്ടൊന്നും ഇല്ല അല്ലേ? ഇതൊക്കെ എന്ത് നമ്മള് അത്ര കണ്ടയാന്ന്. ഇത് മാധവൻ ചേട്ടൻ തന്നതാ. മാധവനോ? ഏതാ? കള്ളം മാധവനാ? എഴുത്തും വായനയും അറിയാത്ത പ്രിയപ്പെട്ട പിള്ളേച്ചന്, എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം കിട്ടി. അതുകൊണ്ട് ഞാൻ മോഷണം നിർത്തുന്നു. ഞാൻ നിങ്ങളുടെ മകളുമായി കടന്നു കളയുന്നു. ഞങ്ങളെ അന്വേഷിച്ച് വരണ്ട. കള്ളം മാധവ, നീ അനക്കിട്ടിട്ടുണ്ട് പണിഞ്ഞല്ലോ.